സെബാസ്റ്റ്യൻ പോൾ, കേരളത്തിൽ കമ്മീഷൻ വാങ്ങുന്നവർ ഇല്ല എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പ്രസംഗത്തെ ഏതു രൂപത്തിലാണ് താങ്കൾ വിലയിരുത്തുന്നത്? കമ്മീഷൻ എന്ന് പറയുമ്പോൾ അത് അഴിമതിയുടെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഏർപ്പാടാണ്. ആ രീതിയിലുള്ള കമ്മീഷൻ ഏർപ്പാടുകൾ കേരളത്തിൽ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കൂടുതൽ കൃത്യമായി പറയാൻ പ്രാപ്തിയുള്ള ആൾ തന്നെയാണ് മുഖ്യമന്ത്രി. അദ്ദേഹം അത് പറയുമ്പോൾ ചില മാനദണ്ഡങ്ങളും അളവുകോലുകളൊക്കെ ഉപയോഗിച്ച് തന്നെയായിരിക്കാം അങ്ങനെ പറഞ്ഞത്. അല്ലാതെ കമ്മീഷനെ കേരളത്തിലില്ല എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. നമ്മളൊക്കെ ജീവിക്കുന്നത് ഇവിടെ തന്നെയാണല്ലോ. പക്ഷേ മുഖ്യമന്ത്രി പറയുമ്പോൾ ഭരണതലത്തിൽ ഒരു അഴിമതി എന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കമ്മീഷൻ ഏർപ്പാടുകൾ കേരളത്തിൽ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നത് അത് ആലോചിച്ച് പറയുന്ന ഒരു കാര്യം തന്നെയായിരിക്കണം. പക്ഷേ പലതരത്തിലുള്ള കമ്മീഷൻ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. പല അറിയപ്പെടുന്ന കേസുകൾ, പ്രസിദ്ധമായ കേസുകളൊക്കെ ഉത്ഭവിക്കുന്നത് കമ്മീഷൻ രൂപത്തിലാണ്. അപ്പോൾ അതൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമ്പത്ത് നമുക്ക് തന്നെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇവിടെ വിനിയോഗിക്കപ്പെടണം എന്നുള്ള ഉദ്ദേശങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണല്ലോ ഈ അഴിമതിരഹിതമായ സംശുദ്ധമായ ഭരണം വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ ഡൽഹിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ ഒക്കെ കേൾക്കുന്നത് പോലെയുള്ള വമ്പിച്ച തോതിലുള്ള അഴിമതി കഥകൾ അല്ലെങ്കിൽ കമ്മീഷൻ കഥകൾ കേരളത്തിൽ കേൾക്കുന്നില്ല എന്നുള്ളതും പക്ഷേ ഇപ്പോൾ ഒരു അഴിമതി കഥ കേൾക്കുന്നുണ്ടല്ലോ. സെബാസ്റ്റ്യൻ പോൾ, CMRL എക്സാലോജിക് മാസപ്പടി വിവാദം അതിപ്പോൾ കോടതിയിൽ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അതിന്മേലൊരു അന്വേഷണം നടക്കുകയാണ്. അപ്പോൾ ആ വിഷയം അവിടെ നിൽക്കുമ്പോഴാണ് കേരളത്തിൽ കമ്മീഷനേ ഇല്ല എന്നൊരു പ്രതികരണം മുഖ്യമന്ത്രി നടത്തുന്നത്. ഈ CMRL എക്സാലോജി കരാറുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തമായ പ്രതികരണത്തിലേക്ക് സർക്കാരോ ഇടതുപക്ഷമോ തയ്യാറായിട്ടില്ല. ആരോപണ വിധേയായ മുഖ്യമന്ത്രിയുടെ മകളും തയ്യാറായിട്ടില്ല. ഇതിനിടയ്ക്കാണ് ഇവിടെ ഇങ്ങനെ ഒരു ഏർപ്പാടേ ഇല്ല എന്നൊരു പ്രസംഗം മുഖ്യമന്ത്രി നടത്തുന്നത്. അത് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് മാത്രം അങ്ങനെ ഒരു പ്രസംഗം എങ്ങനെയാണ് മുഖ്യമന്ത്രി നടത്തുക, പ്രത്യേകിച്ച് ഈ വിഷയം ഇപ്പോൾ ഇവിടെ കത്തി നിൽക്കുമ്പോൾ? അല്ല, മാസപ്പടി വിവാദത്തിൽ ഒരു കുറ്റസമ്മത രൂപത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കണം അല്ലെങ്കിൽ ആ വിഷയം അഡ്മിറ്റ് ചെയ്യണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ പാർട്ടിയെ ന്യായീകരിക്കുന്നതിനോ ഡിഫെൻഡ് ചെയ്യുന്നതിനോ വേണ്ടിയല്ല സംസാരിക്കുന്നത്. മാസപ്പടി വിഷയത്തിൽ പല വ്യാഖ്യാനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ആ വിഷയം ഇപ്പോൾ കോടതിയിലും എത്തിക്കഴിഞ്ഞു. അത് ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. അതിൽ കുറ്റകരമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള നടപടിയും ഉണ്ടാവേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ മാസപ്പടിയും മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്ന കമ്മീഷനും അത് രണ്ടും ഒന്നായി കാണണമോ എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. ശരി, ശ്രീ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.